EV ചാർജിംഗ് ബൂത്തിനെ പറ്റി പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. എത്ര സ്പേസ് ആണ് EV ചാർജിംഗ് ബൂത്ത് ചെയ്യാനായിട്ട് വേണ്ടതെന്നുള്ളതാണ്. 2x2 2 ഫീറ്റ് സ്ഥലം മതി നമുക്ക് EV ചാർജിംഗ് ബൂത്ത് ചെയ്യാനായിട്ട്. നമ്മുടെ കോഫി ഷോപ്പോ അല്ലെങ്കിൽ ബേക്കറിയോ എവിടെയാണോ അതിന്റെ പില്ലറിൽ സ്ഥാപിക്കാം. അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2x2 ആണ്. അതിനോടനുബന്ധിച്ച് പാർക്ക് ചെയ്യാനായിട്ട് ബൈക്കിനും ഓട്ടോയ്ക്കും നിർത്തി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൂടെ കണ്ടാൽ മതി. അത്രയും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അതിന് എത്ര ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ളത് നോക്കാം. AC-യുടെ 3.3 കിലോവാട്ട് ആണെങ്കിൽ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ഇൻക്ലൂഡിങ് KCBയുടെ ഫീസ് ഉൾപ്പെടെ ബിലോ 1 lakh മതി. DC ചാർജർ ഉണ്ട് 6 കിലോവാട്ടിന്റെ. അതിന്റെ മാക്സിമം ഇൻക്ലൂഡിങ് KCBയുടെ ഫീസ് ഉൾപ്പെടെ നമുക്ക് 2.5 lakhs മാക്സിമം മതി. പിന്നെ ഒരു ബൈക്ക് എത്ര മണിക്കൂർ ചാർജ് ചെയ്യാൻ വേണം, അതായത് യൂഷ്വലി എത്ര യൂണിറ്റ് ആണോ ആ ബൈക്ക് യൂസർ ഉദ്ദേശിക്കുന്നത് അതാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും യൂഷ്വലി AC ചാർജർ ആണെങ്കിൽ 2 മണിക്കൂർ മിനിമം നിങ്ങൾ കാണണം. എന്നാൽ DC ചാർജർ ആണെങ്കിൽ അരമണിക്കൂർ മതി, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിനകത്തുനിന്ന് എന്ത് വരുമാനം ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു ചാർജിങ് കഴിയുമ്പോൾ 80 to 100 rupees നമുക്ക് ഈസിലി വരും. ഇതിന് ലേബർ ആവശ്യമില്ല. അവിടെ ഒരു ബാർകോഡ് ഉണ്ടാവും, സ്കാൻ ചെയ്യുക, അവർ ബൈക്ക് ചാർജ് ചെയ്യാനുള്ളവർ ചാർജ് ചെയ്യും. ബേക്കറിയിൽ അവർ ചായ കുടിക്കും, അവർ ചായ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കൊക്കെ ചാർജ് ആയിട്ടിരിക്കും. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് മെയിനായിട്ട് അറിയേണ്ടത്. താങ്ക് യു വെരി മച്ച്.